ഒരു മോർണിംഗ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോട. ഞാൻ മോനെ മദ്രസയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ കോട കാണാനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ചെടി കിട്ടി. ഹെലിക്കോണിയര ഓറഞ്ച് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ്. തിരിച്ച് വീടെത്തി കുറച്ച് സമയം ഒന്ന് ബെഡിലോട്ട് ചരിഞ്ഞ്. കാരണം പോയ ക്ഷീണം തീർക്കണ്ടേ. ക്ഷീണമൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റ്. കാരണം മോനിക്ക് കാപ്പി ചോറ് എല്ലാം റെഡിയാക്കണം 9 മണിക്ക് മുന്നേ. 8:50 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. അപ്പം ഞാനൊരു 6:45 ആയപ്പോൾ തന്നെ കിച്ചണിലോട്ട് വന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് തന്നെ ഗോതമ്പ് മാവ് എടുത്ത്. എന്നെപ്പോലെ ഗോതമ്പ് മാവ് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം കുറേ നാൾ നല്ല രീതിക്ക് തന്നെ അതിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ മാവ് നനയ്ക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ച് മാവ് പാത്രത്തിലോട്ടെടുത്ത്. ഞങ്ങൾക്ക് 2 പേർക്കും മതി. പിന്നെ ഉപ്പ് എനിക്ക് കൈ കണക്കാണ്. കൈയിട്ട് കുറച്ച് ഉപ്പൊക്കെ എടുത്ത് മാവിലോട്ട് ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മാവ് കുഴച്ച് റെഡിയാക്കി എടുത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് അതിനിവിടെ മാറ്റി വെച്ച്. അത് റെസ്റ്റ് എടുക്കുന്ന സമയത്തേക്ക് ഞാനൊരു ഏത്തപ്പഴം കഴിച്ച്. ഇനി അടുത്ത അംഗം കാപ്പിക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ കുറുമ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം വെട്ടി നുറുക്കി റെഡിയാക്കി എടുത്ത് കുക്കർ വെച്ചു. എണ്ണ ഒഴിച്ച് കടുകിട്ടു. കുറച്ച് ദൂരം മാറി നിന്ന് പിന്നെ കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും വെട്ടിക്കൂട്ടിയ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത്. അതിൽ നിന്ന് ഒരെണ്ണം പുറത്ത് ചാടി. അവനെ ഞാനെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എൻ്റെ മസാല ബോക്സ് വെളിയിലെടുത്ത് അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി 3ഉം കൂടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കറിയിലോട്ട് ഒഴിക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു. എപ്പോഴും കറിയിലോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കുക്കർ അടച്ചു കൊടുത്തു. വിസിലും ഇട്ടു. ഞാനടുത്ത് തേങ്ങ ചുരണ്ടാനായിട്ട് പോയി. തേങ്ങ വെജിറ്റബിൾ കുറുമയിലോട്ട് അരച്ച് ചേർക്കാനാണ്. ഞാൻ എന്തായാലും പാലായിട്ടൊന്നും എടുക്കുന്നില്ല. രാവിലെ തന്നെ നല്ല മടി. കുറച്ച് തേങ്ങ എടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത്. ഇപ്പം തന്നെ കുക്കർ 1-ാം വിസിലടിച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി പരത്തുന്നത് കാണാം. ഞാൻ ഇങ്ങനൊരു ടെക്നിക്കിലാണ് ചപ്പാത്തി പരത്തുന്നത്. ഒരു സ്റ്റീൽ പാത്രം, റൗണ്ടിലുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്ത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചപ്പാത്തി പരത്തുന്നത്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യുന്ന പാത്രമല്ല. അടുപ്പിലൊന്നും വെക്കില്ല. വല്ലപ്പോഴും വെള്ളമൊക്കെ പിടിച്ച് വെക്കാനായിട്ടേ എടുക്കുകയുള്ളൂ. ഈ ഒരു ടെക്നിക്കിലാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത്. പിന്നെ PVC പൈപ്പാണ് പരത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരത്തെ അംഗത്തിന് ശേഷം നമുക്ക് 2 പേർക്കുള്ള ചപ്പാത്തി ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ രീതിയിൽ പരത്തിയെടുത്ത് സ്ക്വയറായിട്ടും റൗണ്ടായിട്ടൊക്കെ പരത്തി റെഡിയാക്കി എടുത്ത്. ഇനി ഇവയെല്ലാം ചുട്ടെടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഫ്രൈ പാൻ വെച്ച് ഫസ്റ്റ് ചപ്പാത്തി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്. ഞാനെപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തൂവി കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി മയം കിട്ടും, സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ചപ്പാത്തികളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ പരിപാടി നോക്കാം. കുക്കർ തുറന്നു നോക്കി. കുക്കർ തുറന്നപ്പം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലോട്ട് അടിച്ചു വെച്ച കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. ഇപ്പം നമ്മുടെ തട്ടിക്കൂട്ട് വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പാലുണ്ടായിരുന്നു. ഒരാൾക്ക് ചായക്കുള്ളതേ ഉള്ളൂ. അതിന് ഞാനെടുത്ത് ചായ ഇടാൻ വെച്ചു. ചായ റെഡിയാക്കി. ചപ്പാത്തിയും കറിയും ചായയും റെഡിയാക്കി ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് ഞാൻ മോനെയും കാത്തിരിപ്പായി. മണി ഏകദേശം 9 മണി ആവാറായി. മദ്രസ 8:30 ആവും വിടാനായിട്ട്. മോനെത്താൻ കുറച്ച് ലേറ്റാവും. ഇവിടെ കാത്തിരുന്ന് മോൻ വന്ന് ഞാനും മോനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.